ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് കുറച്ച് ഇഡിയംസ് പഠിക്കാം. ആദ്യത്തേത് ടു ബി അണ്ടർ ദ വെതർ എന്ന് വെച്ചാൽ സുഖമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ അനാരോഗ്യം തോന്നുക, വല്ലായ്മ തോന്നുക എന്നൊക്കെ പറയാം. ടു സ്മെൽ എ റാറ്റ് എന്ന് വെച്ചാൽ എന്താ? സംശയം തോന്നുക, ശരിയല്ലെന്ന് തോന്നുക, കുഴപ്പമുണ്ടെന്ന് തോന്നുക എന്നൊക്കെയാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ വളരെ അപൂർവമായി അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ, വിരളമായി എന്നൊക്കെ പറയാം. എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് വെച്ചാൽ കഠിനമായത്, മനസ്സിലാക്കാൻ പ്രയാസമായത് അല്ലെങ്കിൽ സ്വാധീനിക്കാൻ പ്രയാസമായത് എന്നൊക്കെയാണ്. എ റെഡ് ലെറ്റർ ഡേ എന്ന് വെച്ചാൽ സ്മരണീയമായ ഒരു ദിവസം അല്ലെങ്കിൽ ഓർമ്മയിൽ നിലനിൽക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം എന്ന് പറയാം. ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് വെച്ചാൽ വളച്ചുകെട്ടി സംസാരിക്കുക, വട്ടം കറക്കുക. അതായത് നമുക്ക് എന്താണോ പറയേണ്ടത് അത് ഡയറക്റ്റായിട്ട് പറയാത്ത ഒരു അവസ്ഥയാണ് ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്ന് വെച്ചാൽ വളരെ വേഗത്തിലുള്ള പുരോഗതി, അത്ഭുതകരമായ പുരോഗതി എന്നൊക്കെ പറയാം. ഫേസ് ദി മ്യൂസിക് എന്ന് വെച്ചാൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുക അഥവാ പരിണിത ഫലം ഏറ്റുവാങ്ങുക. ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് വെച്ചാൽ വാചാലത്വം, നന്നായി സംസാരിക്കാനുള്ള കഴിവിനെയാണ് ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത്. സ്പിൽ ദ ബീൻസ്, രഹസ്യം വെളിപ്പെടുത്തുക, വിവരം പുറത്തുവിടുക എന്നൊക്കെയാണ് സ്പിൽ ദ ബീൻസിൻ്റെ അർത്ഥം. എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് വെച്ചാൽ ലക്ഷ്യമില്ലാത്ത തിരച്ചിൽ, കിട്ടാനില്ലാത്ത ഒന്നിനെ തേടി വെറുതെ സമയം കളയുന്ന പ്രവൃത്തിയാണ് എ വൈൽഡ് ഗൂസ് ചേസ്. ബറി ദ ഹാച്ചറ്റ് എന്ന് വെച്ചാൽ പിണക്കം തീർക്കുക, സൗഹൃദം പുനഃസ്ഥാപിക്കുക എന്നൊക്കെയാണ് ബറി ദ ഹാച്ചറ്റ് അർത്ഥമാക്കുന്നത്. ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് വെച്ചാൽ ഏതു പ്രതികൂല സാഹചര്യത്തിലും അഥവാ സുഖത്തിലും ദുഃഖത്തിലും എന്നാണ് ത്രൂ തിക്ക് ആൻഡ് തിൻ അർത്ഥമാക്കുന്നത്. ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് വെച്ചാൽ ഒളിഞ്ഞിരിക്കുന്ന ആശയങ്ങൾ അഥവാ സൂചനകൾ മനസ്സിലാക്കുക എന്നാണ്. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായ സംഭവം. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായ, തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്ന അപകടത്തെയോ അല്ലെങ്കിൽ പുറത്ത് സൗഹൃദം കാണിച്ച് പിന്നിൽ നിന്ന് ചതിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയോ സൂചിപ്പിക്കുന്നതാണ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. അറ്റ് ദി 11th hour എന്ന് വെച്ചാൽ അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ അന്ത്യനിമിഷത്തിൽ എന്നാണ്. ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് എന്ന് വെച്ചാൽ ആത്മപ്രശംസ നടത്തുക, സ്വയം പ്രശംസിക്കുക എന്നാണ് ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് അർത്ഥമാക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.